യാത്ര ചെയ്യാൻ നല്ലൊരു റോഡും അസുഖം വന്ന നല്ല ചികിത്സയും ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട വെള്ളവും വൈദ്യുതിയും ഒക്കെ തരുന്നത് ഒരിക്കലും ഒരു വികസനമല്ല. മറിച്ച് ടാക്സ് കൊടുത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും ബേസിക് റൈറ്റ്സ് ആണ് ഇതൊക്കെ. ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്കും ഓരോ ജംഗ്ഷനിലും വന്ന് പ്രസംഗിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് റോഡ് തന്നു, കറണ്ട് തന്നു എന്നൊക്കെ. എന്നാൽ ഇതിന്റെ റിയാലിറ്റി ശരിക്കും നമ്മൾ ഓരോരുത്തരും ടാക്സ് കൊടുത്തിട്ടാണ് റോഡിലൂടെ വണ്ടി ഓടിക്കുന്നത്. അതേ ടാക്സ് കൊടുത്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. എന്നിട്ടും ഇതൊക്കെ ദാനം തന്നതുപോലെയാണ് ഓരോ പാർട്ടിക്കാരും പറയുന്നത്. സർക്കാർ ഹോസ്പിറ്റലിന്റെ വാർഡുകളിൽ കൊതുക് കടി കൊണ്ട് കിടക്കുന്ന രോഗികൾക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കിട്ടുന്ന കെയർ കൊടുക്കാൻ പറ്റിയാൽ അത് വികസനം. കഷ്ടപ്പെട്ട് പഠിച്ച ജോലി നാട്ടിൽ ചെയ്യാൻ അവസരം കിട്ടാതെ നാട് വിട്ടു പോകുന്നവർക്ക് നാട്ടിൽ ഒരു അവസരം ഉറപ്പുവരുത്തുന്നത് വികസനം. സ്വന്തമായി വീടില്ലാത്തവന് വീടും ആരോഗ്യമില്ലാത്തവന് സംരക്ഷണം കൊടുക്കുന്നത് വികസനം. കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയം ഒരിക്കലും സേവനമല്ല, മറിച്ച് ജോലി തന്നെയാണ്. സാലറിയും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഗവൺമെന്റ് ജോലി. ജാതിയും പാർട്ടി ചിഹ്നവും നോക്കി വോട്ട് കൊടുക്കാതെ നാടിന് വികസനം കൊണ്ടുവരുന്ന ആളെ തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കാരണം മാറേണ്ടത് ഈ സിസ്റ്റം തന്നെയാണ്. ഇതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം?